ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശവുമായി റൈഡിംഗ് ലോകത്തെ പെൺകരുത്ത് ഷൈനി വീണ്ടും ഓൾ ഇന്ത്യ റൈഡിങ്ങിന് ഒരുങ്ങുന്നു. 6 മാസം നീണ്ടു നിൽക്കുന്ന റൈഡ് ഫോർ റിസോൾവ് ഇന്ത്യ യുണൈറ്റഡ് എഗൻസ്റ്റ് ഡ്രഗ്സ് ക്യാമ്പയിന് ഓഗസ്റ്റിൽ തുടക്കമാകും. ഭാരിച്ച സാമ്പത്തിക ചെലവ് പ്രതീക്ഷിക്കുന്നതിനാൽ സ്പോൺസേഴ്സിനെ അന്വേഷിക്കുകയാണ് ഷൈനിയെ സഹായിക്കാൻ പറ്റുന്ന ആളുകളെ സഹായിക്കുക. കാര്യം വലിയൊരു സതുദ്ദേശത്തിലാണ് ഷൈനി യാത്ര തുടങ്ങുന്നത്. രണ്ടു പതിറ്റാണ്ടിന്റെ യാത്രാനുഭവമുണ്ട് തിരുവനന്തപുരം സ്വദേശി ഷൈനിക്ക്. 5 ഓൾ ഇന്ത്യ റൈഡ് കഴിഞ്ഞു. 2014 മുതൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശവുമായാണ് യാത്രകൾ. സ്കൂളുകൾ, കോളേജുകൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ തുടങ്ങി ലഹരി വിരുദ്ധ സന്ദേശവുമായി എത്താത്ത ഇടങ്ങളില്ല. ഏറ്റവും ഒടുവിൽ 2023 ഷൈനിയും മകനും കൂടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗ്രാമമായ കാസയിൽ നിന്ന് ഏറ്റവും താഴെയുള്ള ഗ്രാമമായ കുട്ടനാട് വരെ റൈഡ് ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ, പബ്ലിക് പ്ലേസിലൊക്കെ ചെന്ന് ബാനറൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ പുച്ഛത്തോടു കൂടിയാണ് നാട്ടുകാർ നോക്കുന്നത്. പക്ഷേ ഒരു 23 വയസ്സുകാരൻ മകനെയും കൊണ്ട് ഒരു അമ്മ അത് ചെയ്യുമ്പോൾ എനിക്കതൊരിക്കലും ഒരു നാണക്കേട് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ മകൻ്റെ പ്രായത്തിലുള്ള അനേകം കുട്ടികൾ ഈ ഒരു ലഹരിക്ക് അഡിക്റ്റായിട്ട് പല സ്ഥലങ്ങളിലും നശിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്ക് ആ മകനെയും കൊണ്ട് ചെയ്യാൻ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഞങ്ങൾക്ക് തോന്നിയത് തന്നെ മകൻ എൻ്റെ അടുത്ത് പറഞ്ഞതിന് പ്രകാരമാണ്. ഓഗസ്റ്റിൽ ആരംഭിക്കുന്ന ഷൈനിയുടെ 6ാമത്തെ ഓൾ ഇന്ത്യ റൈഡും ലഹരിക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ്. 180 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് റൈഡ് ഫോർ റിസോൾവ് ഇന്ത്യ യുണൈറ്റഡ് അഗൻസ്റ്റ് ഡ്രഗ്സ് യാത്ര. ആദ്യ 30 ദിവസം 2 വനിതകൾ ലഡാക്ക് വരെ കൂടെ ഉണ്ടാകും. പിന്നെ അങ്ങോട്ട് ഒറ്റയ്ക്കാണ് യാത്ര. ആൻഡമാനിലും ലക്ഷദ്വീപിലും വരെ തന്റെ ഇരുചക്ര വാഹനവുമായി എത്തണമെന്നാണ് ഷൈനിയുടെ ആഗ്രഹം. ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റും ക്യാപിറ്റലും കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്ത്യയുടെ 4 കോർണറും ടച്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു സന്ദേശവുമായിട്ട് എല്ലാ സ്റ്റേറ്റുകളിലും ഒരു 5 അവയർനെസ് ക്യാമ്പയിൻ വെച്ച് നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. എന്നാൽ കേരളത്തിനകത്ത് ഒരു ജില്ലയിൽ 5 ക്യാമ്പയിൻ നടത്തണമെന്നുള്ളൊരാഗ്രഹമുണ്ട്. അത്യാവശ്യം സ്കൂളുകളും കോളേജുകളും ഒക്കെ ഇപ്പോൾ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. കേരളത്തിൽ നമുക്ക് വിമുക്തിയും അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഇതിനു വേണ്ടിയിട്ട് നല്ലൊരു സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. സിയറ്റ്, റൈനോക്സ്, ട്രിവാൻഡ്രം ബുള്ളറ്റ് വേൾഡ്, ഒപ്പം റോയൽ എൻഫീൽഡിന്റെ അസിസ്റ്റൻസുമാണ് ഇതുവരെ ഷൈനിയെ പിന്തുണച്ചത്. പക്ഷേ 6 മാസം നീണ്ടു നിൽക്കുന്ന 6ാമത്തെ യാത്രയ്ക്ക് അതുമാത്രം പോരെന്ന് ഷൈനി പറയുന്നു. എൻ്റെ ഇത്രയും വർഷത്തെ റൈഡുകളിൽ ടെക്നിക്കൽ അസിസ്റ്റൻസ് എനിക്ക് പല കമ്പനികളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഈ പോകുന്ന റൈഡെന്ന് പറയുന്നത് ഒത്തിരി ദിവസത്തെ യാത്രയുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള താമസമുണ്ട്, അതുപോലെ ഫുഡുണ്ട്, പിന്നെ ഫ്യൂവലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഫണ്ട് നമുക്ക് ചിലവാക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നല്ല സ്പോൺസേഴ്സിനെ എന്തായാലും നോക്കുന്നുണ്ട്. സിറിലിനൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. ഷൈനി, എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറയാം. 2-3 സ്പോൺസർമാർ ഷൈനിയെ സ്പോൺസർ ചെയ്യാൻ തയ്യാറായി ലോകത്തിൻ്റെ എവിടെയുണ്ട്.